ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പാഠപുസ്തകത്തോടൊപ്പം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് LP-UPയുടെ ഒരു മോഡൽ എക്സാം ആണ്. നമ്മൾ ഫസ്റ്റ് ഒരു മോഡൽ എക്സാം ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഇന്ന് നമ്മുടെ LP-UPയുടെ രണ്ടാമത് മോഡൽ എക്സാം ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: വിദ്യാഭ്യാസ മനഃശാസ്ത്രം, അപസാമാന്യ മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം, കുറ്റകൃത്യ മനഃശാസ്ത്രം. ഓക്കെ, ഇതിൽ പ്രയുക്ത മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏത്? ഉത്തരം അപസാമാന്യ മനഃശാസ്ത്രം. ബാക്കി എല്ലാ മനഃശാസ്ത്രവും, വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ചികിത്സാ മനഃശാസ്ത്രവും കുറ്റകൃത്യ മനഃശാസ്ത്രവും അപ്ലൈഡ് സൈക്കോളജിയിലാണ് പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4 50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ മറുപടി പറയുവാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷെയുടെ പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ ഏത് പരിമിതിയിലാണ് ഉള്ളത്? പ്രത്യാവർത്തന ചിന്ത, കൺസർവേഷൻ ചിന്ത, പ്രതീകാത്മക ചിന്തനം, സചേതന ചിന്ത. നമുക്ക് നോക്കാം. ഉത്തരം പ്രത്യാവർത്തന ചിന്ത. അപ്പോൾ നമ്മൾ ഈ മോഡൽ എക്സാമിൻ്റെ മാർക്കുകൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഇവയിൽ അഭിക്ഷമത പരിശോധിക്കാനുള്ള ശോധകം ഏത്? ഓപ്ഷൻസ്: റോഷ മഷിയൊപ്പ് പരീക്ഷ അഥവാ RIBT, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് അഥവാ TAT, പദാനുബന്ധ പരീക്ഷ അഥവാ WAT, വിരൽ വേഗത പരീക്ഷ അഥവാ FDT. അപ്പോൾ അഭിക്ഷമത പരിശോധിക്കാനുള്ള ശോധകം ഇതിലേതാണ്? ഉത്തരം വിരൽ വേഗത പരീക്ഷ അഥവാ FDT. അടുത്ത ചോദ്യം, സർഗാത്മകതയ്ക്ക് 4 ഘടകങ്ങളുണ്ടെന്ന് ടോറൻസ് അഭിപ്രായപ്പെടുന്നു. താഴെ പറയുന്നവയിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻസ്: വാചാലത, വഴക്കം, ഭംഗി, മൗലികത. വാചാലത, വഴക്കം, ഭംഗി, പുതുമ. ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുണനം. ഒഴുക്ക്, വഴക്കം, ഭംഗി, പുതുമ. ഏതാണ് ഉത്തരം? എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് ഈ ഒരു എക്സാം ചെയ്തപ്പോൾ കിട്ടിയെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഒഴുക്ക്, വഴക്കം, മൗലികത, വിപുണനം. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5, ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ യാഥാർത്ഥ്യ തത്വം, സന്മാർഗ തത്വം എന്നിവ വ്യക്തിത്വത്തിൻ്റെ ഏതൊക്കെ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവ ആണ്? ഇത് ഈഗോ, ലിബിഡോ, ഈഗോ, സൂപ്പർ ഈഗോ, ഇത് ലിബിഡോ. ഏതാണ് ഉത്തരം? ഈഗോ, സൂപ്പർ ഈഗോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6, താഴെ പറയുന്ന കൗൺസിലിംഗ് രീതികളിൽ സ്ഥാപകനും മേഖലകളും തമ്മിലുള്ള ശരിയായ ബന്ധം: സൈക്കോ അനാലിസിസ് അഡ്ലർ, അനലിറ്റിക്കൽ തെറാപ്പി കാൾ റോജേഴ്സ്, പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി റോർഷ, കൊഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബെക്ക്. ഇതിലൊന്ന് നോക്കിയേ. സൈക്കോ അനാലിസിസ് അഡ്ലറിൻ്റെ അല്ലേ? അതുപോലെ തന്നെ അനലിറ്റിക്കൽ തെറാപ്പി കാൾ റോജേഴ്സ്, പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി റോർഷോ. ഇതിൽ ഉത്തരം വരുന്നത് കൊഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബെക്ക് ആണ് കേട്ടോ. അപ്പം കറക്റ്റ് ഇതിൽ ശരിയായിട്ടുള്ളത് കൊഗ്നിറ്റീവ് തെറാപ്പി ആറോൺ ബെക്ക്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7, മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം വൂണ്ട്, വില്യം ജെയിംസ്, ഇവാൻ പാവ്ലോവ്. അപ്പോൾ ഇത് നമുക്കറിയാം PSCയുടെ ഉത്തര സൂചിക പ്രകാരം എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ വില്യം വൂണ്ടാണോ എന്ന് ഡൗട്ട് വരാം. ലെപ്സിക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് വില്യം വൂണ്ടാണ്. അപ്പോൾ നമ്മൾ PSC ഇപ്പോൾ വില്യം വൂണ്ടിനെയാണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. പക്ഷേ ഉത്തരം സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പക്ഷെ PSC എടുക്കുന്ന ഉത്തരമാണ് നമ്മൾ എപ്പോഴും പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം വൂണ്ടാണ് കേട്ടോ, വില്യം വൂണ്ട്. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ 8, അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ഈ അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പരാജയഭീതി, മത്സരം, അഭിരുചി. ഇവയെല്ലാം നമുക്കറിയാം അഭിപ്രേരണയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. ഇത് 3 വരും.
പരാജയഭീതി വരും, മത്സരം വരും, അഭിരുചി വരും. അടുത്ത ചോദ്യം, അമ്മയെ എനിക്കിഷ്ടമാണ്, അമ്മയാണ് ദൈവം, അമ്മ എനിക്ക് പാല് തരും തുടങ്ങിയ പ്രയോഗങ്ങളിലൂടെ അമ്മ എന്ന ആശയം കുട്ടികളിൽ എത്തുന്നത് ഏത് രീതിയിലാണ്? ഇവിടെ 4 രീതികൾ തന്നിട്ടുണ്ട്. ആവർത്തനം, ഓർമ്മ, ചാക്രിക ആരോഹണം, സഹവർത്തിത്വം. അപ്പൊ അമ്മയെ പറ്റി എന്താണ്? ചാക്രിക ആരോഹണ രീതിയാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. 10ാമത്തെ ചോദ്യം, എറിക്സന്റെ അഭിപ്രായത്തിൽ ആദ്യകാല ബാല്യം മനോ സാമൂഹിക സിദ്ധാന്തം അനുസരിച്ചിട്ട് ഏത് ഘട്ടത്തിലാണ്? എറിക്സന്റെ അഭിപ്രായത്തിൽ ആദ്യകാല ബാല്യം എന്ന് പറഞ്ഞാൽ മനോസാമൂഹിക സിദ്ധാന്തം അനുസരിച്ചിട്ട് ഏത് ഘട്ടത്തിലാണ്? ഇത് പലതവണ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓർത്ത് വെക്കുക, മുൻകൈയെടുക്കൽ കുറ്റബോധം എന്ന ആ ഒരു ഇതിലാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 11, ഇതില് വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത്? തന്നെക്കുറിച്ചുള്ള ബോധം, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കൽ, അന്യരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കൽ, സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കൽ. പെടാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇന്റർ പേഴ്സണൽ റിലേഷനും ഉണ്ട്, ഇൻട്രാ പേഴ്സണലും ഉണ്ട്. അപ്പൊ ഇവിടെ വ്യക്തിയാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏത്? ബാക്കി 3 ഓപ്ഷൻസ് ഒരുപോലെ ആയിരിക്കും, ഒരെണ്ണമായിരിക്കും ഒറ്റപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം വ്യക്തിയാന്തര ബുദ്ധിയിൽ ഇവിടെ ഉൾപ്പെടാത്തത് തന്നെ കുറിച്ച് തന്നെയുള്ള ബോധമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഇക്കൂട്ടത്തിൽ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഉയർന്നു നിൽക്കുന്നതുമായിട്ടുള്ള ഇത് എന്താണ്? ഇക്കൂട്ടത്തിൽ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് എന്താണ്? ശാരീരിക ആവശ്യങ്ങള്, സുരക്ഷിതത്വം, സ്നേഹം, സ്വതാവിഷ്കാരം. നോക്കാം, സ്വതാവിഷ്കാരം. ക്വസ്റ്റ്യൻ നമ്പർ 13, ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷകമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോർട്ട് നൽകുന്ന പേര്. ഇത് കഴിഞ്ഞ നമ്മുടെ മോക്ക് ടെസ്റ്റിലും ഉണ്ടായിരുന്നു. അത് ചെയ്ത് നോക്കാത്തവര് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ പോയി ചെയ്ത് നോക്കുക. ഉത്തരം വരുന്നത് മുഖ്യ സവിശേഷങ്ങളാണ് കേട്ടോ. അതായത് ഓരോ വ്യക്തിയെയും വേർതിരിക്കുന്ന സവിശേഷമായ ഘടകങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സവിശേഷകത്തിന് ആൽപോർട്ട് പറയുന്ന പേരാണ് കാർഡിനൽ ട്രെയ്റ്റ്സ് അഥവാ മുഖ്യ സവിശേഷകങ്ങൾ. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 14, താഴെ പറയുന്ന ഓരോ ഉദാഹരണവും ഏതെല്ലാം പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്? നോക്കിയേ, ശരിയായ ക്രമം കണ്ടെത്തി എഴുതാനാണ് ഇത്. ഇപ്പം നമുക്ക് ഓരോ സിറ്റുവേഷൻസ് നോക്കാം. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്. നമുക്ക് നോക്കാം, ബെല്ലടിക്കുമ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷനും നോക്കാം. ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്, അച്ഛൻ കുട്ടിയോട് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നത്, പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്, സിനിമാ നടന്മാരെ പോലെ അതുപോലെ തന്നെ അനുകരിക്കുന്നത്. സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. ഓരോ ഉദാഹരണവും ഏതെല്ലാം പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ടോ, നമ്മൾ ഒരുപാട് ലേണിംഗ് തിയറീസ് പഠിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. എന്താണ്? ബെല്ലടിക്കുമ്പോൾ വിശപ്പ് തോന്നുന്നത്. അതെന്തിലാ വരണേ? ചോദക പ്രതികരണത്തിലാണ് അല്ലേ വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തത്, അച്ഛൻ കുട്ടിയോട് പലതവണ പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു, അവൻ ഇടത്തോട്ടും വലത്തോട്ടും പല പ്രാവശ്യം തിരിച്ചപ്പോൾ പെട്ടി തുറന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താ നടന്നേക്കണേ? രണ്ടാമത് ശ്രമ പരാജയമാണ് നടന്നിരിക്കുന്നത്. 3, പരീക്ഷയിൽ ജയിച്ചാൽ സമ്മാനം ലഭിക്കുന്നത്. അത് എന്ത് തരം പ്രബലനമാണ്? ധനപ്രബലനമാണ്. അതുപോലെ തന്നെ 4ാമത്തെ ഓപ്ഷൻ, സിനിമാ നടന്മാരെ അതുപോലെ അനുകരിക്കുന്നത്. അതെന്തിലാ വരണേ? നിരീക്ഷണ പഠന സിദ്ധാന്തം. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദക പ്രതികരണം, ശ്രമപരാജയം, ധനപ്രബലനം, നിരീക്ഷണ പഠന സിദ്ധാന്തം പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 15, താഴെ പറയുന്നവയിൽ പഠനശൈലിയിൽ പെടാത്തത് ഏത്? ഫസ്റ്റ് ഓപ്ഷൻ കണ്ടുപഠിക്കുക, വിഷ്വൽ ലേണിംഗ്, ഉരുവിട്ട് പഠിക്കൽ, ബൈ ഹാർട്ട് ലേണിംഗ്, കേട്ട് പഠിക്കൽ, ഓഡിറ്ററി ലേണിംഗ്, ചെയ്ത് പഠിക്കൽ, കൈനസ്തെറ്റിക് ലേണിംഗ്. അപ്പം ഇവിടെ 4 തരം ലേണിംഗ് ഉണ്ട്. ഇതിലെ പഠനശൈലിയിൽ പെടാത്തത് ഏതാണ്? നമുക്കറിയാം, ഉത്തരം അറിയാം അല്ല. ഉരുവിട്ട് പഠിക്കൽ അഥവാ ബൈ ഹാർട്ട് ലേണിംഗ് ആണ് ഈ പഠനശൈലിയിൽ പെടാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 16, ഇത് നമ്മുടെ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ചില എക്സാമിൽ അവരെടുക്കുന്ന PSC ഉത്തരസൂചികയിൽ എടുക്കുന്ന ആ ഒരു ഓപ്ഷൻ ആയിരിക്കില്ല പിന്നീട് എടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് ഇത് വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെക്കാം.
പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. NCA നോട്ടിഫിക്കേഷനിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. ടീച്ചർ ചിത്രങ്ങൾ, CD-കൾ എന്നിവ ഉപയോഗിച്ച് ക്ലാസ് ആരംഭിച്ചു. വ്യക്തിഗതമായും സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നു. ഇത്തരമൊരു ക്ലാസ്സിൽ ഏതൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്ര തത്വങ്ങളുടെ പ്രയോഗം കണ്ടെത്താൻ കഴിയും? അല്ലെ, ചിത്രങ്ങളും CD-കളും ഒക്കെ ഉപയോഗിച്ച് ടീച്ചർ ക്ലാസ് ആരംഭിച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. പ്രശ്നോന്നത സമീപനം, വിമർശനാത്മക ബോധകം, സാമൂഹിക ജ്ഞാന നിർമ്മിതി. അടുത്ത ഓപ്ഷൻ പ്രശ്നോന്നത സമീപനം, വിമർശനാത്മക ബോധനം, ഗസ്റ്റാൾട്ട്. അടുത്ത ഓപ്ഷൻ പ്രശ്നോന്നത സമീപനം, ഗസ്റ്റാൾട്ട്, സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം. പ്രശ്നോന്നത സമീപനം, ഗസ്റ്റാൾട്ട്, ബഹുമുഖ ബുദ്ധി. അപ്പോൾ എന്താണ്, ടീച്ചർ ഇവിടെ വ്യക്തിഗതമായിട്ടും അതുപോലെ തന്നെ സംഘപ്രവർത്തനം നൽകിയും ക്രോഡീകരണം നടത്തുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു സാമൂഹികമായിട്ടുള്ള കുട്ടികൾ തമ്മിലൊരു കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇവിടെ സാമൂഹിക ജ്ഞാന നിർമ്മിതി ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശ്നോന്നത സമീപനം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിമർശനാത്മക ബോധനം നടക്കുന്നുണ്ട്. അപ്പം ഏതായിരിക്കും ഉത്തരവായിട്ട് വരിക? ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഇത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. പ്രശ്നോന്നത സമീപനം, വിമർശനാത്മക ബോധനം, സാമൂഹിക ജ്ഞാന നിർമ്മിതി. തെറ്റിപ്പോരുത്. ക്വസ്റ്റ്യൻ നമ്പർ 17. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് കൃത്യമായിട്ട് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. എന്താണ്? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. മറന്നുപോയത്. ക്വസ്റ്റ്യൻ നമ്പർ 18. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് നിയമങ്ങളുടെ അതിർവരമ്പുകൾ മാറ്റിമറിച്ച് പ്രവർത്തിക്കുമ്പോൾ കോൾബർഗിന്റെ സാൻമാർഗിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് ഒരു വ്യക്തി എത്തി നിൽക്കുന്നത്? ഓപ്ഷൻസ് സാമൂഹിക സുസ്ഥിതി പാലനം, അന്തർവൈയക്തിക സമന്വയം, സാർവജനീന സദാചാരതത്വം, വ്യക്തിഗത സുസ്ഥിതി പാലനം. മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയുമ്പോൾ കോൾബർഗിന്റെ സിദ്ധാന്തം അനുസരിച്ച് ഒരു വ്യക്തി ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്? ഉത്തരം സാർവജനീന സദാചാര തത്വം. ക്വസ്റ്റ്യൻ നമ്പർ 19. ഈ കൂട്ടത്തിൽ ഒരേ വിചാര മാതൃകയിൽ പെടുന്ന മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം? അപ്പോൾ ഇത് പലതവണ റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് ഉത്തരം അറിയായിരിക്കും. പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി. ഉറപ്പിച്ച് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇവയില് പഠന വൈകല്യങ്ങളിൽ പെടുന്നത് ഏത്? ആലേഖന വൈകല്യം, ഉദ്യോഗ വൈകല്യം, സ്വഭാവ വൈകല്യം, ഉച്ചാരണ വൈകല്യം. ഏതാണ് പഠന വൈകല്യങ്ങളിൽ പെടുന്നത്? ആലേഖന വൈകല്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലേണിംഗ് എബിലിറ്റീസ് ഡസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റ് ദ ലാംഗ്വേജ് ലേണിംഗ്? അതായത് ഒരു വ്യക്തിയുടെ ലാംഗ്വേജ് ലേണിങ്ങിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ലാംഗ്വേജ് ലേണിംഗ്. അതിനെ ലാംഗ്വേജ് ലേണിങ്ങിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഘടകം ഏതാണ്? റീഡിങ്, റൈറ്റിങ്, വ്യൂയിങ്, ലിസണിങ്. റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ്ങും ലാംഗ്വേജ് ലേണിങ്ങിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. പല ഇപ്പോൾ IELTS പോലത്തെ എക്സാംസിലൊക്കെ അവർ ഈ 3 ഇതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? വ്യൂയിങ് ആണ് ഇതിൽ വരാത്തത് കേട്ടോ. ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 22. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഫോർമേറ്റീവ് ലാംഗ്വേജ് ഫംഗ്ഷൻ? ഇതിൻ്റെ അകത്ത് ഇൻഫോർമേറ്റീവ് ലാംഗ്വേജ് ഫംഗ്ഷൻ വരുന്നത് ഏതാണ്? അഫർമേഷൻ ഓർ ഡിനിയൽ ഓഫ് പ്രിപ്പോസിഷൻ ആസ് ഇൻ എ സയൻസ്, describing the world or reason about it, logic formation, all of the above. അപ്പോൾ അഫർമേറ്റീവ് ലാംഗ്വേജ് ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഇതെല്ലാം വരുന്ന 3 ഓപ്ഷൻസ് ഇതിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം. ഒരു യൂണിറ്റിൻ്റെ വിനിമയത്തിന് ശേഷം പഠിതാവ് എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ ഇതിൽ ഏതൊക്കെയാണ്? പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, നിരന്തര വിലയിരുത്തൽ. അപ്പം ഞാനൊരു LPUPയുടെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് വന്നിരുന്ന ഒരു ചോദ്യമാണ് ഇത്. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു പോകരുത്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. ഉത്തരം പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഒരു യൂണിറ്റിൻ്റെ വിനിമയത്തിന് ശേഷം പഠിതാവ് എന്തൊക്കെ പഠിച്ചെന്ന് വിലയിരുത്തുന്ന പ്രക്രിയ അപ്പം എന്താണ്? പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 24. കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി പഠന പ്രവർത്തനം ആസൂത്രണം ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലേതാണ്? ഓപ്ഷൻസ് നോക്കാം. എല്ലാ കുട്ടികൾക്കും പഠനോപകരണം ലഭ്യമാകണം, പരമാവധി ശ്രവണ സന്ദർഭങ്ങൾ ഒരുക്കണം,
കാഴ്ചക്കുറവുള്ള കുട്ടികളെ മാറ്റിയിരുത്തി പഠിപ്പിക്കണം. പഠന പ്രക്രിയയിൽ രക്ഷിതാവിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. എല്ലാ കുട്ടികൾക്കും പഠനോപകരണം കിട്ടിയെന്ന് കരുതി ആ കുട്ടി കാഴ്ചക്കുറവുള്ളതാണെങ്കിൽ അതിനത് യൂസ്ഫുൾ ആകുമോ? ഇല്ല അല്ലേ. പിന്നെ കാഴ്ചക്കുറവുള്ള കുട്ടികളെ മാറ്റിയിരുത്തി പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണല്ലോ അല്ലേ. അതുപോലെ തന്നെ അടുത്തത് പഠന പ്രക്രിയയിൽ രക്ഷിതാവിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. എപ്പോഴും പാരൻസിനെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഓപ്ഷൻ ഏതാ? പരമാവധി കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് ശ്രവണ മാർഗങ്ങൾ അല്ലെങ്കിൽ ശ്രവണ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഒരുക്കേണ്ടതാണ്. അപ്പോൾ ഉത്തരം പരമാവധി ശ്രവണ സന്ദർഭങ്ങൾ ഒരുക്കണം. അടുത്ത ചോദ്യം, കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? നമ്മൾ പല PSC എക്സാമിനും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കൊട്ടേഷൻ ആര് പറഞ്ഞ കൊട്ടേഷൻ ആണ്? നമുക്ക് നോക്കാം. ഉത്തരം TH ബേബർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 26, മെക്കാളെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും റെസിഡൻ്റായ വർഷം ഏതാണ്? മറന്നു പോകാതെ പഠിക്കണം. 1793, 97, 1800, 1805 എന്നാണ് മെക്കാളെ കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെ റെസിഡൻ്റ് ആയത്? 1800-ലാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 27, കുറിച്യർക്കെതിരെ അധിക നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. തോമസ് ഹാർവേ ബാബർ, തോമസ് വാർഡൻ, ആർതർ വെല്ലസ്ലി, കേണൽ കീലിംഗ്. ആരാണ്? തോമസ് വാർഡൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 28, അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമി പരാമർശിച്ചത് ആരെക്കുറിച്ചാണ്? ശ്രീനാരായണ ഗുരു, വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഒന്ന് മാറി വന്നതാണ്, വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണെന്ന് ചട്ടമ്പി സ്വാമികൾ ആരെ പറ്റിയാണ് പറഞ്ഞത്? നമ്മുടെ ആരെ പറ്റിയാണ്? വിവേകാനന്ദനെ പറ്റിയാണ് പറഞ്ഞത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 29, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസ് ഒരുപോലെ നമ്മൾ കൂടുതൽ PSC പഠിച്ചവരെ സംബന്ധിച്ച് ചിലപ്പോൾ നമുക്ക് ഒരുപോലെ തോന്നാം. ആ ഒരു എക്സാമിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ നല്ല വ്യക്തമായിട്ട് നമ്മൾ ഓരോ ഓപ്ഷൻസും വായിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. നോക്കിയോ. നാണു ആശാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യ മലയാളി, നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മാതൃഭൂമി തിരഞ്ഞെടുത്ത വ്യക്തി, ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. ഇതിൽ ഏതാ വരണേ? നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മാതൃഭൂമി തിരഞ്ഞെടുത്ത വ്യക്തി. അതാണ് തെറ്റായ പ്രസ്താവന. നാണുവാശാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ വന്ന ആദ്യ മലയാളിയാണ്. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ്. അപ്പോൾ ഇവിടെ ഇതിൽ പെടാത്തത് നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മാതൃഭൂമി തിരഞ്ഞെടുത്ത വ്യക്തി. അടുത്ത ചോദ്യം, മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്ന്? 1947 മെയ് 11, 1947 ജൂൺ 2, 1947 ഡിസംബർ 20, 1939 ജനുവരി 18. ഈ വർഷം നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 1 മാർക്കാണ് കിട്ടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി ഇത് മറക്കരുത്. 1947 ജൂൺ 2-നാണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 31, അവർ ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം, എന്നാൽ ഒരിക്കലും എൻ്റെ ആശയങ്ങളെ നശിപ്പിക്കാനാവില്ല. ഇത് ആരുടെ വാക്കുകളാണ്? P. കൃഷ്ണപിള്ള, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഉദ്ധം സിംഗ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഉത്തരം ഭഗത് സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 32, വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് ആര്? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ചേതൻ പണ്ഡിറ്റ്, അനൂജ് ദർ, ഉർവശി ഭൂട്ടാലിയ, ഗുസ്ദേവ് സിംഗ്. ആരാണ്? അനൂജ് ദർ ആണ് കേട്ടോ. വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത് അനൂജ് ദർ ആണ്. മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 33, ആദ്യമായി ഹാരപ്പൻ പ്രദേശം സന്ദർശിച്ച് തകർന്ന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ വ്യക്തി ആരാണ്? ഇത് നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ജോൺ മാർഷൽ, RD ബാനർജി, ദയാറാം സാഗ്നി, ചാൾസ് മേഴ്സൺ കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത്? ആദ്യമായിട്ട് ഹാരപ്പൻ പ്രദേശം സന്ദർശിച്ച് തകർന്ന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ വ്യക്തി ആരാണ്? ചാൾസ് മേഴ്സൺ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. തന്നിരിക്കുന്ന സവിശേഷതകൾ ഏത് സിന്ധു നദീതട കേന്ദ്രത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രം. ഏകീകൃത ജലസേചന സൗകര്യമുണ്ടായിരുന്ന ഒരു പ്രധാന നഗരം.
ചാൻഹുദാരോ ഉണ്ട്, രൂബാർ ഉണ്ട്, സൂത് കാജന്തോർ ഉണ്ട്, ധോളവിര ഉണ്ട്. ഏതാണ് ഉത്തരം? സൂത് കാജന്തോർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലാതിർത്തി എവിടെയാണ്? ഹരിദ്വാർ, അലഹാബാദ്, അംബാല, ദേവപ്രയാഗ്. കേട്ടിട്ടുണ്ടാവും, അംബാലയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ, ബ്രസീൽ, റഷ്യ, മാലദ്വീപ്. ഏതാണ്? മാലദ്വീപാണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 37. ഇവയിൽ അലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏത്? ഓപ്ഷൻസ് ശ്രദ്ധിച്ചോണം. ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ, ബ്രസീൽ, ഫ്രാൻസ്. നമുക്കറിയാം അല്ലെ, ഈ ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രിട്ടനും ഫ്രാൻസുമാണ് അലിഖിത ഭരണഘടനയുള്ള രാജ്യം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 38. വസന്തകാലം എന്നത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഏതൊക്കെ മാസങ്ങളാണ്? അറിയാമല്ലോ, ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഉത്തരം മാർച്ച്, ഏപ്രിൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 39. സുവർണ ചതുഷ്കോണം പ്രോജക്റ്റ് വഴി ബന്ധിപ്പിക്കുന്ന നഗരങ്ങളിൽ പെടാത്തത് ഏത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കർണാടക. ഡൽഹി, മുംബൈ, ചെന്നൈ ഒക്കെ പെടും അല്ലെ. അപ്പൊ ഏതാ വരാത്തെ? കർണാടകയാണ് ഉത്തരം, കർണാടക. ക്വസ്റ്റ്യൻ നമ്പർ 40. ചേരുംപടി ചേർക്കുക. എ എന്ന് പറഞ്ഞ സൈഡും ബി എന്ന് പറഞ്ഞ സൈഡും. അപ്പോൾ കറക്റ്റായിട്ട് ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ത്വരണം വി എന്ന് എഴുതിയിരിക്കണേ, ആദ്യ പ്രവേഗം യു എന്ന് എഴുതിയിരിക്കണേ, അന്ത്യപ്രവേഗം എ, സ്ഥാനാന്തരം എസ്. ഇതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ത്വരണം അഥവാ ആക്സിലറേഷൻ എ എന്ന് പറഞ്ഞ ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. ആദ്യ പ്രവേഗം സ്മോൾ ലെറ്റർ യു ആണ്, അന്ത്യപ്രവേഗം വി ആണ്, സ്ഥാനാന്തരം എസ് ആണ്. ത്വരണം സ്മോൾ ലെറ്റർ എ, അതുപോലെ തന്നെ ആദ്യ പ്രവേഗം യു എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്, അന്ത്യപ്രവേഗം വി ആണ്, സ്ഥാനാന്തരം എസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം 41. ശബ്ദത്തിന്റെ സാധാരണ അന്തരീക്ഷ താപനിലയിലുള്ള വായുവിലുള്ള വേഗം, നമ്മുടെ സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദം സഞ്ചരിക്കുന്ന വേഗതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പല PSC എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഉത്തരം നിങ്ങൾക്ക് അറിയായിരിക്കും. 340 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 42. പാലിലെ ജലത്തിന്റെ തോതളക്കുന്ന ഉപകരണം ഏത്? നമുക്കറിയാമല്ലേ, ഉത്തരം ലാക്ടോമീറ്റർ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 43. സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 4 നിയമങ്ങൾ തന്നിട്ടുണ്ട്. കെപ്ലറിന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ തന്നിട്ടുണ്ട്. പിന്നെ ഗലീലിയ നിയമം. നമ്മൾ കെപ്ലറിന്റെ ഫസ്റ്റ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എവരി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് എർത്ത് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലെ. സൺ ഈസ് വൺ ഓഫ് ദ ഫോസൈ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എല്ലാ പ്ലാനറ്റുകളും എങ്ങനെയാണ്? എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ദീർഘവൃത്താകൃതിയിലാണ് കറങ്ങുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലെ. സൂര്യനാണ് അതിൻ്റെ കേന്ദ്രം. അപ്പൊ ഇത് ഏത് ലോയിലായിരുന്നു പറഞ്ഞത്? കെപ്ലറിന്റെ 1ാം ചലന നിയമത്തിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 44. ലോകത്ത് ആദ്യമായി വൈദ്യുതി ചാർജ് എന്ന പ്രതിഭാസം കണ്ടെത്തിയത് ഏത് വസ്തുവിൽ നിന്നാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കാം. ഇരുമ്പുദണ്ഡ്, ആംബർ, ഗ്ലാസ് റോഡ്, മെർക്കുറി. ഉത്തരം ആംബർ. ക്വസ്റ്റ്യൻ നമ്പർ 45. ഫ്യൂസ് വയറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? ടിന്ന്, ലെഡ്, കോപ്പർ, ഇരുമ്പ്. നമുക്കറിയാം ഫ്യൂസ് വയറിൽ എന്തൊക്കെയുണ്ട്? ടിന്നും ലെഡും. ഉറപ്പിച്ച് പഠിച്ചോണം, ടിന്നുണ്ട്, ലെഡുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം 46. തെറ്റായ പ്രസ്താവന ഏത്? സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം വിഭങ്കനം. സോപ്പ് കുമിളയിലും വെള്ളത്തിലുമുള്ള പാളികളിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണം വിഭങ്കനം. ആകാശ നീലിമയ്ക്കും ആഴക്കടലിന്റെ നീലിമയ്ക്കും കാരണം വിസരണം. വിസരണത്തിന്റെ നിരക്കും കണങ്ങളുടെ വലുപ്പവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം സൂര്യന് ചുറ്റുമുള്ള വലയത്തിന് കാരണം എന്താ? വിഭങ്കനമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. പക്ഷെ സോപ്പ് കുമിളയിലെയും വെള്ളത്തിന്റെ പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണം വിഭങ്കനമാണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ അപ്പൊ അതാണ് അവിടുത്തെ തെറ്റായ ഉത്തരം. അതുപോലെ തന്നെ ആകാശ നീലിമയ്ക്കും ആഴക്കടലിന്റെ നീലിമയ്ക്കും കാരണം വിസരണമാണെന്ന് കുറേ തവണ പഠിച്ചതാണ്. അതുപോലെ നമ്മുടെ വിസരണത്തിന്റെ നിരക്കും കണങ്ങളുടെ വലുപ്പവും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇവിടെ നോക്കിയേ, ഏതാണ് തെറ്റായ ഓപ്ഷൻ? സോപ്പ് കുമിളയിലും വെള്ളത്തിന്റെ പാളിയിലുമുള്ള കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണം എന്താണ്? വിഭങ്കനം. വിഭങ്കനമാണോ? അല്ല, ഉത്തരം ഇന്റർഫറൻസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 47. വുൾഫ്രം ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ്? വുൾഫ്രം എന്നറിയപ്പെടുന്നത് ഏത് മൂലകമാണ്? കേട്ടിട്ടുണ്ടാവും, ടങ്സ്റ്റൺ ആണ്. ഉറപ്പിച്ച് പഠിച്ചു വെച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 48. 17ാം ഗ്രൂപ്പിലെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഏതൊക്കെ? ഇവിടെ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ,
അസ്റ്റാറ്റിൻ, ടെന്നിസൺ. ഇതിൽ 17ാം ഗ്രൂപ്പിലെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള മൂലകങ്ങൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ റേഡിയോ ആക്റ്റീവ് ആണോ? അല്ല. പിന്നെ ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? അസ്റ്റാറ്റിനും ടെന്നിസിനും. അപ്പം ഇതാണ് 17ാം ഗ്രൂപ്പിലെ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 49. ഇക്കൂട്ടത്തിൽ കൊളോയിഡിന്റെ സവിശേഷതകൾ ഏതെല്ലാം? ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല, പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ്, പദാർത്ഥ കണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയും. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ അറിയാം, ഘടകങ്ങളെ അരിച്ച് വേർതിരിക്കാൻ കഴിയില്ല, അത് കറക്റ്റ് അല്ലേ കൊളോയിഡിൻ്റെ കേസിൽ. അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ പാത ദൃശ്യമാണ്. നമുക്കറിയാം കൊളോയിഡിലൂടെ പ്രകാശം അതിൻ്റെ പാത ദൃശ്യമായിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടെ വരാത്ത ഓപ്ഷൻ ഏതാണോ? 3 ആണ് തെറ്റ്. അപ്പോൾ ഇവിടെ സവിശേഷതയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 50. ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്നത് എന്ത്? നമുക്കറിയാവുന്ന ഉത്തരമാണ് അല്ലെ. ഹൈഡ്രജനും എന്താണ് ഓക്സിജനും കൂടി ചേർന്ന് എന്തുണ്ടാവും? ജലം ഉണ്ടാവും അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 51. 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? കേട്ടിട്ടുണ്ട്, നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഏത്? നമ്മൾ കേട്ടിട്ടുണ്ട് നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ അല്ലെ. അപ്പോൾ ഇലക്ട്രോണിനെ കണ്ടെത്തിയത് ആരായിരുന്നു? ജെ തോംസൺ എന്നാണ് 1897 ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 52. താഴെ തന്നിരിക്കുന്നതിൽ ഭൗതിക മാറ്റത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? നമ്മൾ കേട്ടിട്ടുണ്ട് ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിരമാറ്റമല്ല അല്ലെ, രാസമാറ്റമാണ് സ്ഥിരമാറ്റം. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അവസ്ഥ, ആകൃതി, വലിപ്പം എന്നിവ മാറുന്നു. കൃത്യമാണ് അല്ലെ. തന്മാത്രാ ക്രമീകരണം വ്യത്യാസപ്പെടുന്നു. കറക്റ്റാണ്. ഒരു താൽക്കാലിക മാറ്റമാണ്. കറക്റ്റാണ്. അപ്പോൾ ഇതിൽ വരാത്തത് ഏതാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഭൗതിക മാറ്റമാണോ? അല്ല. അപ്പോൾ ഇവിടെ ഭൗതിക മാറ്റത്തിന്റെ സവിശേഷത അല്ലാത്തതായിട്ട് വരുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഭൗതിക മാറ്റമാണെന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്ത് മൂലമാണ്? നമുക്കറിയാം, രാസമാറ്റമാണ് അല്ലെ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏറ്റവും ദുർബലമായ രാസബന്ധനം ഏതാണ്? സഹസംയോജക ബന്ധനം, അയോണിക ബന്ധനം, വാണ്ടർവാൾസ് ബലം. ഇവയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും. വാണ്ടർവാൾസ് ബലമാണ്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 54. ചേരുംപടി ചേർക്കാനാണ്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ്, സസ്യശാസ്ത്രത്തിന്റെ പിതാവ്, സൈറ്റോളജിയുടെ പിതാവ്. നമുക്ക് ഉത്തരം അറിയായിരിക്കും. നമുക്കറിയാം സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്കാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, അരിസ്റ്റോട്ടിലാണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ്. സൈറ്റോളജിയുടെ പിതാവ് ആരാണ്? റോബർട്ട് ഹുക്കാണ് അല്ലെ. കോശത്തെ കണ്ടെത്തിയ റോബർട്ട് ഹുക്കാണ് അല്ലെ. അപ്പോൾ ബയോളജിയിൽ നിന്നുള്ള കുറച്ച് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. നിങ്ങൾക്ക് ആ ക്ലാസ് എന്തായാലും യൂസ്ഫുൾ ആകും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 55. ഡിസ്ചാർജ് ലാമ്പിനുള്ളിൽ ഏത് വാതകം നിറച്ചാൽ ഓറഞ്ച്, ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം ലഭിക്കും? PSC സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഉത്തരം നിയോൺ ആണെന്നറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 56. ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോൾ കോശങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ പെടാത്തത് ഏത്? കോശങ്ങളുടെ വലിപ്പത്തിൽ വർധന, കോശങ്ങളുടെ എണ്ണത്തിൽ വർധന, ഓരോ കോശവും പൂർണ്ണ വളർച്ച എത്തുമ്പോൾ വിഭജിക്കുന്നു. എല്ലാം ശരിയാണ്. നമുക്ക് ഈ ഓപ്ഷൻസ് നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, കോശങ്ങളുടെ വലിപ്പത്തിൽ വർധന എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിനകത്ത് കൃത്യമായിട്ട് വരത്തില്ല അല്ലെ. എന്താണ്? ഒരു കുട്ടി വളർന്ന് വലുതാകുമ്പോൾ അവൻ്റെ കോശത്തിന്റെ എണ്ണമാണ് കൂടുന്നത് അല്ലെ. കോശങ്ങളുടെ വലിപ്പത്തിലല്ല വ്യത്യാസം വരുന്നത്, കോശങ്ങളുടെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്. ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രിഗർ മെന്റലിന്റെ അനുമാനങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന എടുക്കുക. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. നമ്മുടെ പാരമ്പര്യവും പരിസ്ഥിതിയും ഉണ്ടല്ലോ ഒരു വ്യക്തിയുടെ സ്വഭാവം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ, 1ാം തലമുറയിലെ സന്താനങ്ങൾ ഒരു ഗുണം പ്രകടമാകുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യും. പ്രകട ഗുണമുണ്ട്, ഗുപ്ത ഗുണമുണ്ട് അല്ലെ. അപ്പോൾ 1ാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ 2ാം തലമുറയിൽ പ്രകടമാകും. അത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2ാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം 3:2 ആണ്. ഇതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. എന്താണ്? നമ്മുടെ ഗ്രിഗർ മെന്റലിന്റെ അനുമാനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 1, 2, 3 ഓപ്ഷൻസ് കൃത്യമാണ്. 4ാമത്തെ ഓപ്ഷനാണ് തെറ്റ്. 2ാം തലമുറയിലെ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം 3:2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 58. ഒരു ക്ലോക്കിൽ സമയം 7:20:30 ആയാൽ മിനിറ്റ് സൂചിക്കും സെക്കൻഡ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? മാത്സ് ആണ്, നല്ലതായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചോണം. ഒരു ക്ലോക്കിലെ സമയം 7:20:30 ആയാൽ മിനിറ്റ് സൂചിക്കും സെക്കൻഡ് സൂചിക്കും ഇടയിലുള്ള കോണളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 20 മിനിറ്റും 30 സെക്കൻഡും ആണ്. നമുക്കറിയാം 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലോക്കിൻ്റെ സൂചി 4 എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ് വരുന്നത്. 30 സെക്കൻഡ് ആകുമ്പോൾ എന്താണ്? 6 ആണ് വരുന്നത്.
അപ്പം ഇവ തമ്മിലുള്ള കോണളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 6ൽ നിന്നും 4 കുറക്കുക, അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അതിന് നമ്മൾ 30 കൊണ്ട് ഗുണിക്കണം. നമുക്കറിയാം ഒരു ഇത് തിരിയണമെങ്കിൽ 30 ഡിഗ്രി വെച്ചിട്ടാണ് ഒരു പോയിന്റ് വ്യത്യാസം വരുമ്പോൾ 30 ഡിഗ്രിയാണ് വ്യത്യാസം വരണേ. അപ്പോൾ 2 × 30 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും അല്ലേ. പിന്നെ നമുക്കറിയാം എന്താണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ്. അപ്പോൾ 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെങ്കിൽ 60 സെക്കൻഡിൽ എത്ര ഡിഗ്രിയാണ് മാറുന്നത്? 1 മിനിറ്റിൽ എത്ര ഡിഗ്രിയാണ് മാറുന്നത്? ക്ലോക്കിലെ സൂചി 6 ഡിഗ്രിയാണ് മാറുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 30 സെക്കൻഡ് അപ്പോൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 60ൻ്റെ പകുതി എടുത്താൽ മതി. 30 സെക്കൻഡിൽ അപ്പോൾ 3 ഡിഗ്രി മാറുമായിരിക്കും. അപ്പോൾ നമുക്ക് ടോട്ടലി ഇവിടെ കിട്ടിയിരിക്കുന്ന 60ൽ നിന്നും ആ 3 ഡിഗ്രി കുറക്കുന്നതാണ് ഈ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള കോണളവ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ക്ലോക്കിൽ അപ്പോൾ ഉത്തരം കിട്ടിയാൽ ഓക്കെ. അപ്പോൾ ഉത്തരം മനസ്സിലായല്ലോ, 57 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 59. 5000 രൂപ 10% നിരക്കിൽ സാധാരണ പലിശ നൽകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നു. നിക്ഷേപം ഇരട്ടിയാക്കാൻ എത്ര വർഷം എടുക്കും? നമ്മൾ ഇതിൻ്റെ ഒരു ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. നിക്ഷേപം ഇരട്ടിയാകുമ്പോൾ വർഷം കണ്ടുപിടിക്കണമെങ്കിൽ ആ 100നെ നമ്മൾ പലിശ നിരക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 100നെ നമ്മൾ പലിശ നിരക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അപ്പോൾ 100നെ ഇവിടുത്തെ പലിശ നിരക്ക് എത്രയായിരുന്നു? ഇവിടുത്തെ 10% പലിശ നിരക്ക്. അപ്പോൾ നമുക്ക് 100നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എത്ര വർഷം കൊണ്ടാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് 100/10 ചെയ്യുമ്പോൾ 10 വർഷം എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 59ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് 10. ക്വസ്റ്റ്യൻ 60. 5% കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 8000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ 3 വർഷം കഴിഞ്ഞ് ലഭിക്കുന്ന പലിശ എത്ര? നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം ഇവിടുത്തെ മുടക്കുമുതൽ എന്ന് പറഞ്ഞാൽ 8000 ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പലിശ നിരക്ക് 5%. അങ്ങനെയാണെങ്കിൽ നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാം അല്ലേ. P × 1 + R/100 ദ ഹോൾ റേസ് ടു n എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ ഇതാണ്. എമൗണ്ട് ഈസ് ഈക്വൽ ടു P × 1 + R/100 ദ ഹോൾ റേസ് ടു n. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 8000 × 105/100 3 വർഷം വരും. നമുക്കറിയാം ഇവിടെ വർഷം തന്നിരിക്കുന്നത് 3 വർഷം കഴിയുമ്പോൾ എത്ര പലിശയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ആണ്. അപ്പോൾ 3 തവണ ഗുണിക്കണം. അപ്പോൾ നമുക്ക് 9261 കിട്ടും. അത് നമ്മുടെ എമൗണ്ട് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? പലിശയായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്നും കുറക്കുമ്പോൾ നമുക്ക് കിട്ടും 1261. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ചെയ്തു നോക്കുക. ഒരു ക്ലാസ് മുറിയുടെ നീളം 7 മീറ്ററും വീതി 5 മീറ്ററുമായ ചുറ്റളവ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ചുറ്റളവ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. 2 × L + B ആണ്. ലെങ്ത് 7 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് 5 മീറ്റർ ആണ്. അപ്പോൾ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ. എന്താണ് 2 × 7 + 5 ചെയ്താൽ മതി. ഉത്തരം എത്ര കിട്ടും? 24 മീറ്റർ എന്ന് കിട്ടും. അടുത്ത ചോദ്യം. ഒരു ക്ലാസ് മുറിയുടെ ഓക്കെ. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 24. ക്വസ്റ്റ്യൻ നമ്പർ 62. 2A = 5B = 7C. അങ്ങനെയാണെങ്കിൽ A/B/C റേഷ്യോയുടെ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. A/B/C ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുണ്ട് 2A 5B ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് A/B ചെയ്യുമ്പോൾ 5/2 എന്ന് കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ A/B 5:2 അല്ലേ. അതുപോലെ തന്നെ B/C നമ്മൾ കണ്ടുപിടിക്കുന്നു 7:5. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ സെയിം ആക്കണമെങ്കിൽ ഫസ്റ്റ് റേഷ്യോയുടെ അവിടെ നമ്മൾ 7 കൊണ്ടും ഗുണിക്കണം. സെക്കൻഡ് റേഷ്യോയുടെ അവിടെ നമ്മൾ 2 കൊണ്ടും ഗുണിക്കണം. ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോളൂ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും A/B/C എത്രയെന്ന് കിട്ടും? 35:14:10 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 62ൻ്റെ ഉത്തരം അപ്പോൾ ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 63. 15%, 20%, 25% കിഴിവുകൾക്ക് തുല്യമായ കിഴിവ് എത്ര ശതമാനമാണ്? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മളെപ്പോഴും ആ തന്നിരിക്കുന്ന 3% 3 എണ്ണത്തിനെയും നമ്മൾ 100ൽ നിന്നും കുറക്കണം. അപ്പോൾ 100 - 15 85, 100 - 20 80, 100 - 25 75. എന്നിട്ട് ഇതിനെ 100 × ആ റേഷ്യോ കൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ 51% എന്ന് കിട്ടും. അത് നമ്മൾ അവിടുത്തെ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ കിട്ടിയതിനെ 100ൽ നിന്നും കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 49 എന്ന് കിട്ടും. അപ്പോൾ ഉത്തരം സി ആണ് ഇവിടെ കറക്റ്റ്. 64 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ. ഒരു പട്ടാള ക്യാമ്പിൽ 2000 പേർക്ക് 30 ദിവസത്തെ ആഹാരമുണ്ട്. 10 ദിവസത്തിന് ശേഷം 500 പേർ കൂടി വന്നാൽ എത്ര ദിവസം കൊണ്ട് ആഹാരം തീരും? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ മോഡലിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് നോക്കാം. 64ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇവിടെ 30 ദിവസത്തേക്കുള്ള 2000 പേർക്കുള്ള ആഹാരം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ 10 ദിവസത്തെ അവർ കഴിച്ചെന്നും പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞിട്ടാണ്
ബാക്കി 500 പേര് കൂടി വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം 2000 പേര് 10 ദിവസം കഴിച്ചാൽ ഫുഡ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 20,000 ഒന്ന് കിട്ടത്തില്ലേ ഗുണിക്കുമ്പോൾ. ഇനി ബാക്കി എത്ര ദിവസത്തേക്കുള്ള ഫുഡ് അവിടെ ഉണ്ട്? 2000 പേർക്ക് 20 ദിവസം കഴിക്കാനുള്ള 40,000 ഫുഡ് അവിടെ ഉണ്ട് അല്ലേ. അപ്പം 500 പേര് കൂടി വന്നാൽ എന്താണ് 2000? എത്ര പേരാണ്? ആൾക്കാർ ഇരട്ടിക്കുവാണ്. അപ്പോൾ ഇവിടെ ആൾക്കാരുടെ എണ്ണത്തിനാണ് വ്യത്യാസം വരുന്നത്. 2000 എന്നുള്ളിടത്ത് 2500. എത്ര ദിവസം ഫുഡുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തോരം ഫുഡുണ്ട്? 40,000. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 40,000-നെ 20,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി എത്ര ദിവസത്തേക്ക് ഫുഡ് മിച്ചം വരും? 16 ദിവസത്തേക്കുണ്ട്. ശരിക്കും 20 ദിവസത്തേക്ക് കാണണം, പക്ഷേ 500 പേര് എക്സ്ട്രാ വന്നതുകൊണ്ട് 16 ദിവസത്തേക്ക് ഇനി ഫുഡുള്ളൂ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 65. ക്വസ്റ്റ്യൻ നമ്പർ 65ലേക്ക് പോകാം. ഒരു വിദ്യാർത്ഥി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് 4 km/മണിക്കൂർ വേഗത്തിൽ നടന്നാൽ സമയത്തിന് 5 മിനിറ്റ് നേരത്തെ എത്തും. 3 km/മണിക്കൂർ വേഗത്തിൽ നടന്നാൽ സമയത്തിന് 5 മിനിറ്റ് താമസിക്കും എങ്കിൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം എത്ര? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇത് പലതവണ PSC ഇതേ മോഡലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കത് തെറ്റരുത്. ഇവിടെ നമ്മൾ രണ്ട് സ്പീഡ് തമ്മിൽ ഗുണിക്കുക, അതുപോലെ തന്നെ ടൈം തമ്മിൽ കൂട്ടുക. സെയിം ടൈം ആയതുകൊണ്ട് നമുക്കിവിടെ ടൈം തമ്മിൽ കൂട്ടാം. അതുപോലെ തന്നെ സ്പീഡിൻ്റെ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇവിടെ സ്പീഡ് 4ഉം അടുത്ത സ്പീഡ് 3ഉമാണ് തന്നിരിക്കുന്നത്. അതുപോലെ ടൈം 5 ആയതുകൊണ്ട് 10 എടുത്തു. അപ്പോൾ നമുക്ക് ടൈം ഇവിടെ കണ്ടുപിടിക്കാം. അത് ടൈം തന്നിരിക്കുന്നത് മിനിറ്റിലല്ല തന്നേക്കണം. അപ്പോൾ നമുക്ക് സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ 10 മിനിറ്റിനെ സെക്കൻഡിലേക്ക് പോകുമ്പോൾ 1/6 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് S1 × S2 ചെയ്യുമ്പോൾ 12 കിട്ടും. 12 × 1/6 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 4 - 3 1 അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 കിലോമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 66ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 60നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗ്ഗമാകും? അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ച് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് ക്ലിക്ക് ആവും. ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് 15 സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. 15 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 900 കിട്ടും. ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 60നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗ്ഗമാകുമെന്നാണ്. 15 കൊണ്ട് ഗുണിച്ചാൽ തന്നെ അത് പൂർണ്ണവർഗ്ഗമാകും. അപ്പോൾ ഉത്തരം ഓപ്ഷൻ B ആണ് കറക്റ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 67. 6, 28, 496. ഇനി ഇവിടെ ഏത് സംഖ്യയാണ് വരുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു 3 സംഖ്യകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് പെർഫെക്റ്റ് നമ്പേഴ്സിൻ്റെ ശ്രേണിയാണ്. അപ്പോൾ അടുത്ത പെർഫെക്റ്റ് നമ്പർ ഏതാ വരണേ? ഓപ്ഷൻ B ആണ്, 81, 28. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് നമ്പേഴ്സിൻ്റെ ശ്രേണി ആയതുകൊണ്ട് 4ാമത്തെ സംഖ്യയായിട്ട് വരുന്നത് 81, 28 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? നമുക്കറിയാം ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. 100 ആയതുകൊണ്ട് 100 × 101 ചെയ്യുമ്പോൾ നമുക്ക് 10,100 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ C ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം. ഒരു കേക്കിൻ്റെ 5/8 ഭാഗം 4 പേർ ചേർന്ന് 4 പേർക്ക് തുല്യമായിട്ട് വീതിക്കുന്നു. ഓരോരുത്തർക്കും എത്ര ഭാഗം കിട്ടും? അല്ല, ഇവിടെ എത്ര ഭാഗം ഉണ്ടായിരുന്നേ? എത്ര ഭാഗമാണ് ഇവിടെ ഉണ്ടായിരുന്നേ? നമുക്കറിയാം 5/8 ഭാഗമാണ്. 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 5/32 എന്ന് കിട്ടും. ഓക്കെ, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ B ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 70. ക്വസ്റ്റ്യൻ നമ്പർ 70. 1/9 എന്ന് പറഞ്ഞാൽ 0.1111 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ √0.44 എന്നുള്ളത് അതിൻ്റെ ഭിന്നസംഖ്യാ രൂപം എത്ര? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് ഇനി തെറ്റരുത്, നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോണം. 70ൻ്റെ ഉത്തരം ഇതാണ്. 1/9 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ തന്നെ. 0.11111. അങ്ങനെയാണെങ്കിൽ √0.444 അതിൻ്റെ ഭിന്നസംഖ്യാ രൂപമാണ് ചോദിച്ചേക്കണേ. അപ്പോൾ നമുക്കറിയാം 4നെ 0.111 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 0.444 കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടും 4 × 0.1111 എന്ന് കിട്ടും.
ഓക്കെ, നമുക്കറിയാം 0.111 എന്ന് പറഞ്ഞാൽ എന്താ 1/9 അല്ലേ. അപ്പോൾ അത് റൂട്ടിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് √4/9 എന്ന് കിട്ടും. അപ്പോൾ √4/9 എന്ന് പറഞ്ഞാൽ എത്രയാ? 2/3 അല്ലേ. അപ്പോൾ ഉത്തരം ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 71 പോവാം. 5നും 35നും ഇടയ്ക്ക് 2 കൊണ്ടും അതുപോലെ തന്നെ 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട്? 5ഉം 35ഉം എത്രയും കൊണ്ടാണ്? 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാനായിട്ട്, നിശേഷം ഹരിക്കാനായിട്ട് കഴിയുന്ന എത്ര സംഖ്യകളുണ്ട്? ഇവിടെ 5 ഉണ്ട്, 35 ഉണ്ട് അല്ലേ. അപ്പോൾ 5നും 35നും ഇടയില്ല. എത്ര കൊണ്ട് 2 കൊണ്ടും 3 കൊണ്ട്. അപ്പോൾ നമുക്ക് 2ൻ്റെയും 3ൻ്റെയും LCM നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 5നും 35നും ഇടയ്ക്കുള്ള 6ൻ്റെ ഗുണിതങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6, 12, 18, 24, 30 അല്ല, 36 വരില്ല, കാരണം 35 വരെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള എത്ര സംഖ്യകൾ വരുന്നുണ്ട്? 6, 12, 18, 24, 30 5 സംഖ്യകൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 72. 1, 2, 3 അപ് ടു 100 ഇവയുടെ ശരാശരി എത്ര? ഇപ്പോൾ 1, 2, 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ്. നമ്മൾ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. n×n+1/2 അല്ല, ഇതല്ലേ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ തുക ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്യുന്നതല്ലേ ശരിക്കും ശരാശരിയുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കിട്ടും തുക ഡിവൈഡ് ബൈ നമ്പർ ചെയ്യുമ്പോൾ n×n+1/2 എന്ന് വരും. അപ്പോൾ നമുക്ക് ഉത്തരം n+1/2 എന്ന് വരും. അപ്പം 100 വരെയുള്ള സംഖ്യകളുടെ ആയതുകൊണ്ട് 101/2, 100+1/2. അപ്പം 101/2 50. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ഉത്തരം. 73ാമത്തെ ചോദ്യം ഇംഗ്ലീഷിലേക്ക് നമ്മൾ പോവുകയാണ്. ബെഗർ സെഡ് ടു രാമു ഗിവ് സം വാട്ടർ. ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ദ എബോവ് സെൻറ്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുക. അപ്പോൾ ഇവിടെ നമുക്ക് ബെഗർ സെഡ് ടു രാമു ഗിവ് സം വാട്ടർ. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് കറക്റ്റ് ചെയ്താൽ പറഞ്ഞേ ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗിവ് സം വാട്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 74. ആരതി ബോട്ട് 2 ഡാഷ് ബാഗ്സ്. ഇവിടെ ഡസൻ ആണോ ഡസൻസ് ആണോ ഏതാണ് ഇവിടെ വരുന്നത്? ആരതി ബോട്ട് 2 ഡസൻ ബാഗ്. എത്ര ഡസൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 2 ഡസൻ സിംഗുലാർ ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്, പ്ലൂറൽ ആയിട്ട് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ആരതി ബോട്ട് 2 ഡസൻ ബാഗ്സ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം 75. ദ താജ്മഹൽ ഈസ് ഡാഷ് ദ ബാങ്ക് ഓഫ് ദ റിവർ യമുന. ഓക്കെ, ഇവിടെ നമുക്ക് ഏത് വരുമെന്ന് അറിയാം അല്ല. ഉത്തരം വരുന്നത് ദ താജ്മഹൽ ഈസ് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ യമുന. ഓൺ ആണ് ഇവിടെ വരുന്നത്. അടുത്തത് 76. ഡു യു ഡാഷ് ഇറ്റ് വിൽ ബി റെയിനിങ് ടുഡേ ഡാഷ് ഓർ നോട്ട്. അപ്പോൾ ഇവിടെ ഏതാണ്? വെദർ ദാറ്റ് ആണോ, വെദർ ഓർ ആണോ, സച്ച് ദാറ്റ് ആണോ, സച്ചാസ് ആണോ വരുന്നത്? ഡു യു എന്താണ്? വെദർ വരും അല്ലേ. ഡു യു വെദർ ഇറ്റ് വിൽ ബി റെയിനിങ് ടുഡേ ഓർ നോട്ട്. സോറി, ഇവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നതാണത്. അപ്പോൾ ഇവിടെ ഓർ ആണ് ഇവിടെ വരുന്നത്. വെദർ ഓർ ആണ്, വെദർ ഓർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 77. ഐ ആം ഇൻഡീഡ് ലക്കി. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇവിടെ വരുന്നത്? ഐ ആം ഇൻഡീഡ് ലക്കി. ആറിൻ്റെ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 78. ഹി വാസ് ഡാഷ് ദ SSLC എക്സാമിനേഷൻ. പാസ്സാണോ, പാസ്ഡ് ആണോ, പാസിംഗ് ആണോ, ഹാർഡ് പാസ് ആണോ? നമുക്കറിയാം ഹി വാസ് പാസ്ഡ് ദ SLC എക്സാമിനേഷൻ എന്നാണ് പറയേണ്ടത്. പാസ്ഡ് ആണ്. ഓക്കെ, അടുത്ത 79ാമത്തെ ചോദ്യം. ദ ഒൺലി സ്പോർട്ട് വി എൻജോയ് ഈസ് ഡാഷ് ഹോക്കി. ഹോക്കിക്ക് നമ്മൾ എ ആൻഡ് ദി ഏതാ പറയണേ? ഒന്നും പറയത്തില്ല അല്ലേ. ദ ഒൺലി സ്പോർട്ട് വി എൻജോയ് ഈസ് ഹോക്കി എന്നേ പറയത്തുള്ളൂ. ഇവിടെ ആർട്ടിക്കിൾസ് ഒന്നും ആവശ്യമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 80. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏത്? കണ്ടം വെച്ച കോട്ട്, ബാലൻ, വിഗതകുമാരൻ, സ്വയംവരം. പണ്ടുതൊട്ടേ പഠിക്കുന്നതാണ്. ബാലനാണ് മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 81. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ. ആരുടെ വരികളായിരുന്നു ഇത്? നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കുറേ ആൾക്കാരുടെ പ്രധാനപ്പെട്ട വരികളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ് ക്ലാസ്സുകൾ. നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ ആരുടെ വരികളാണ്? ആശാന്റെ വരികളാണ് അല്ലേ. കുമാരൻ ആശാന്റെ വരികളാണ്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ ആശാൻ. ഓക്കെ, 82ാമത്തെ ക്വസ്റ്റ്യൻ. മാലിക് എന്ന വാക്കിന്റെ അർത്ഥം? കൂട്ടം, തേനീച്ച, ദൈവം, ചെകുത്താൻ. മാലിക് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം എന്നാണ് അർത്ഥം. ക്വസ്റ്റ്യൻ നമ്പർ 83. പൊൻ പ്ലസ് കുടം. ഇത് ഇവിടെ പൊൻ പ്ലസ് കുടം ഇവിടെ ഏതാണ് കൃത്യമായിട്ട് വരുന്നത്? പൊൽക്കുടം, പൊലക്കുടം, പൊൻകുടം, പൊലക്കുടം. അപ്പം ഇതിലേതാ പറഞ്ഞേ? പൊൻ പ്ലസ് കുടം. ഇൻ മാറിയിട്ട് എന്തായി മാറും? ല വരും അല്ലേ. അപ്പം ഇവിടുത്തെ കറക്റ്റ് ഉത്തരം പൊലക്കുടം. പൊൽക്കുടമാണ് കറക്റ്റ് ഉത്തരം. കറക്റ്റ് ഉത്തരമാണ് പൊൽക്കുടം.
ക്വസ്റ്റ്യൻ നമ്പർ 84. 1977 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക്? നമുക്കറിയാം, ലളിതാംബിക അന്തർജനം. 1977 വയലാർ അവാർഡ് കിട്ടിയത് ലളിതാംബിക അന്തർജനം അല്ലെ. ഉത്തരം നമുക്കറിയാവുന്നതാണ്, ലളിതാംബിക അന്തർജനം. ക്വസ്റ്റ്യൻ നമ്പർ 85. അത്, ഇത്, നദി, മേശ, ഇതിൻ്റെയൊക്കെ ലിംഗം എന്താ? അത്, ഇത്, നദി, മേശ. ഇതിൻ്റെയൊക്കെ ലിംഗം വരുന്നത് സ്ത്രീലിംഗം, പുല്ലിംഗം, ഉഭയലിംഗം, നപുംസകലിംഗം. ഇത് വരുന്നത് നപുംസകലിംഗമാണ്. ആനയുടെ പര്യായ പദം ഏത്? ഹേതി, മാതമ്പം, രഞ്ജു, സരപതി. ഉത്തരം മാതമ്പം. ക്വസ്റ്റ്യൻ നമ്പർ 87. യോഗ അഭ്യസിക്കുന്നവൻ ഒറ്റപ്പദം. നമുക്കറിയാം, യോഗ അഭ്യസിക്കുന്നവൻ യോഗാചാര്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 88. ഭൂമിയുടെ അവകാശികൾ എന്നത് ആരുടെ കഥയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഭൂമിയുടെ അവകാശികൾ ഒരു ചെറുകഥാ സമാഹാരമാണ്. ആരുടെയാണ്? ബഷീറിൻ്റെ ചെറുകഥാ സമാഹാരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 89. കുമാരനാശാൻ്റെ ബാലസാഹിത്യ കൃതി ഏത്? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കുമാരനാശാൻ്റെ ബാലസാഹിത്യ കൃതിയാണ് ബാലരാമായണം. ക്വസ്റ്റ്യൻ നമ്പർ 90. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഇതിലേതാ പറയണേ? നേർക്കാഴ്ചയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയമാക്കുവാനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 91. 2023 ഫെബ്രുവരിയിൽ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ രാജ്യസഭ നിയന്ത്രിച്ച മലയാളി വനിത. നമുക്കറിയാം, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലേ. ആരാണ്? ഈ ഒരു 4 ഓപ്ഷൻ്റെ അകത്ത് ആരാ വരുന്നത്? 2023 ഫെബ്രുവരിയിൽ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ രാജ്യസഭ നിയന്ത്രിച്ച വ്യക്തി നമുക്കറിയാം, PT ഉഷയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 92. 2023 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിച്ച ഹ്രസ്വദൂര ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ്. ഇതിൽ 2023 ഫെബ്രുവരിയിൽ ISRO വിക്ഷേപിച്ച ഹ്രസ്വദൂര ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റാണ് ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് 4 ഓപ്ഷനിൽ വരുന്നത് SSLVD-2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഇന്ത്യയുടെ സുപ്രീം കോടതി സ്ഥാപിതമായതിൻ്റെ 73ാം വാർഷികത്തിൽ മുഖ്യ അതിഥിയായ സിംഗപ്പൂർ ചീഫ് ജസ്റ്റിസ്. നമുക്കറിയാം, നമ്മൾ കറണ്ട് അഫെയർസ് പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി സ്ഥാപിതമായതിൻ്റെ 73ാം വാർഷികത്തിൽ മുഖ്യ അതിഥിയായ സിംഗപ്പൂർ ചീഫ് ജസ്റ്റിസ് ആണ് സുന്ദരേഷ് മേനോൻ. ക്വസ്റ്റ്യൻ നമ്പർ 94. 2024 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന നാസയും ISROയും സംയുക്തമായി വികസിപ്പിക്കുന്ന സാറ്റലൈറ്റ്. നാസയും ISROയും സംയുക്തമായി വികസിപ്പിക്കുന്ന സാറ്റലൈറ്റ് ആണ് നിസാർ. ഇത് 2024 ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് നിസാർ കേട്ടോ. 95. അതുപോലെ 95ാമത്തെ ചോദ്യം. 2023 മുതൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കിയ സംസ്ഥാനം ഏത്? വളരെ നല്ലൊരു കാര്യം അല്ലേ. വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കിയ സംസ്ഥാനമാണ് ഏതാണ്? ഉത്തരം രാജസ്ഥാനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 96. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരത്തിന് അർഹനായത് ആര്? നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചെറുവയൽ K. രാമൻ. ക്വസ്റ്റ്യൻ നമ്പർ 97. 2023 മാർച്ചിൽ വൻ തീപിടുത്തമുണ്ടായ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ്. നമ്മളൊക്കെ എറണാകുളം ജില്ലയിലുള്ള ഒരു പ്ലാന്റാണ്. നമ്മളൊക്കെ വളരെയധികം പാനിക്കായിട്ടുള്ള ഒരു സമയമായിരുന്നത്. ബ്രഹ്മപുരമാണ്. ഉത്തരം ബ്രഹ്മപുരമാണ്. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 98. 2023 ലോക വനിതാ ദിനത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയം എന്താണ്? ഈ 4 ഓപ്ഷൻ്റെ അകത്ത് വരുന്നത് ഏതാണ് ഉത്തരം വരുന്നത്? ലിംഗസമത്വത്തിന് വേണ്ടിയാകട്ടെ മാറ്റവും സാങ്കേതിക വിദ്യയും എന്നതാണ് 2023 ലോക വനിതാ ദിനത്തിൻ്റെ പ്രമേയമായി വരുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 99. 2023 വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് 20 രൂപയ്ക്ക് യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയ മെട്രോ. നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2023 വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് 20 രൂപയ്ക്ക് യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയ മെട്രോ. ഏത് മെട്രോയാണ്? നമുക്കറിയാം, കൊച്ചി മെട്രോയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 100. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. പൊതുഗതാഗതത്തിനായി റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ നഗരം. പൊതുഗതാഗതത്തിനായി റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം.
ഗുവാഹത്തി, വാരണസി, നൈനിറ്റാൾ, ഡെറാഡൂൺ. ഏതാണ് ഉത്തരം? നമുക്കറിയാം UPയിലെ വാരാണസിയാണ് പൊതുഗതാഗതത്തിനായി റോപ്പ് വേ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ നഗരം. അപ്പോൾ നമ്മൾ ഇന്ന് 100 ക്വസ്റ്റ്യൻസ് ആണ് LP UPയുടെ ചെയ്ത് നോക്കിയത്. നിങ്ങളുടെ മാർക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളാണ്, ഓരോ നല്ല കമൻറ്റുകളും കാണാറുണ്ട്. അതാണ് നമുക്ക് ശരിക്കും ഈ ഒരു വീഡിയോ ക്ലാസ് ചെയ്യുവാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ പാഠപുസ്തകത്തോടൊപ്പം എന്ന ചാനലിൽ നിങ്ങൾക്ക് LP UP അതുപോലെ തന്നെ എല്ലാ PSC എക്സാമിനും പഠിക്കുവാനായിട്ടുള്ള കുറേയേറെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഓരോ നല്ല വാക്കുകളുമാണ് നമുക്ക് ക്ലാസ് കൂടുതൽ ചെയ്യാനായിട്ട് പ്രചോദനം നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ LP UP എഴുതുന്ന അതുപോലെ തന്നെ ഈ വരുന്ന ഡിഗ്രി ലെവൽ എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് ഈ 100 മാർക്കുള്ള ഈ ഒരു LP UPയുടെ മോക്ക് ടെസ്റ്റ് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.